മോർണിംഗ് സർ. മോർണിംഗ്. ഇരിക്കൂ. കൊച്ചിയിൽ നിന്ന് ഞാൻ രാവിലെ എത്തിയതേ ഉള്ളൂ. ഡിഡ്ന്റ് സ്ലീപ്പ് എ വിങ് ലാസ്റ്റ് നൈറ്റ്. ഇപ്പോൾ ആകെ ഒരു ഡിസി ഫീലിംഗ്. BP കയറിയിട്ടുണ്ട് ഉറപ്പ്. Had a tiff with the CM again? സോർട്ട് ഓഫ്. വർമ്മ സാറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണ ചുമതല നമുക്കാണ്. 10 മണിക്കുള്ള പ്രസ് കോൺഫറൻസിൽ CM അത് അനൗൺസ് ചെയ്യും. ഞാനും വർഗീസും കൂടി ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്തു. യു ആർ ഗോയിങ് ടു ടേക്ക് ചാർജ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. സർ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ DIG ചന്ദ്രശേഖർ ഹെഡ് ചെയ്യുമെന്ന് ഇൻഫോം ചെയ്തപ്പോൾ CMന്റെ ഓഫീസിൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടായി. പ്രഡിക്റ്റബിൾ. ബട്ട് ഐ സ്റ്റുഡ് മൈ ഗ്രൗണ്ട്. ചന്ദ്രനെ പോലെ ജനസമ്മതിയും ട്രാക്ക് റെക്കോർഡുമുള്ള ഒരു ഓഫീസറെ അന്വേഷണ ചുമതലയിൽ നിന്നും ഒഴിവാക്കിയാൽ ഉണ്ടാകാവുന്ന ആഫ്റ്റർ എഫക്ട്സ് CMന് നന്നായി അറിയാം. എക്സാക്ട്ലി. ഹി വിൽ ലൂസ് ഹിസ് ക്രെഡിബിലിറ്റി. ഈ കേസിന്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ രജത് നായിഡു ആണല്ലേ? യെസ്. ഈ ഫയലുകൾ മുഴുവനും നായിഡുവിന്റെ വിലപ്പെട്ട കണ്ടെത്തലുകളാണ്. കുക്ക്ഡ് അപ്പ് ഡിസ്റ്റോർട്ടഡ് സ്റ്റോറീസ് ഓഫ് എ പ്രിസ്യൂംഡ് സൂയിസൈഡ്. വർമ്മ സാർ ആത്മഹത്യ ചെയ്തതാണെന്ന് ആരും വിശ്വസിക്കാത്തൊരു കെട്ടുകഥ. സോ ടൈഗർ, യു ആർ ഓൺ ദ പ്രൗഡ്. മൈ പ്ലഷർ. ബട്ട് ബിഫോർ യു ഗെറ്റ് ഗോയിങ്, എനിക്ക് തന്നോട് ചിലത് പറയാനുണ്ട്. ഇൻ കോൺഫിഡൻസ്. തനിക്ക് വോഡ്ക മാത്രമല്ലേ പറ്റൂ. അതാ ഡ്രിങ്ക് ഓഫർ ചെയ്യാത്തത്. That's all right. You carry on, sir. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാ, CM എനിക്കൊരു ടൈം ഫ്രെയിം തന്നിട്ടുണ്ട്. 14 ദിവസം. അതിനകം നമ്മളെ കൊണ്ടായില്ലെങ്കിൽ കേസ് CBIയെ കൊണ്ട് ഒലത്തിക്കൊള്ളാവുന്ന. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കൊള്ളാവുന്ന ഒരു കേസ് പോലും തെളിയിച്ചിട്ടില്ലാത്ത CBIയുടെ പേര് പറഞ്ഞ് അയാൾ നമ്മളെ വിരട്ടുന്നു. ഹീസ് എ റെച്ചഡ് ക്രൂ. വല്ലാത്തൊരു കളി അയാൾ കളിക്കുന്നത്. 2 വെള്ളത്തിലും കാല് വെച്ച് റബ്ബർ പോലെ വലിഞ്ഞൊരു കളി. ശരിയല്ലേടൂ? CMന്റെ കളി തൽക്കാലം നമുക്ക് വിടാം സർ. വർമ്മ സാർ നടത്തിയ പ്രസ് മീറ്റിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൽ അദ്ദേഹം നടത്തിയ മുഴുവൻ വെളിപ്പെടുത്തലുകളും ലക്ഷ്യം വെക്കുന്നത് റവന്യൂ മന്ത്രി വർക്കിച്ചൻ നരിമറ്റത്തെയാണ്. വർക്കിച്ചൻ ഇസ് ജസ്റ്റ് എ ഫ്രണ്ട്. അയാളെ പിറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് MP ജോൺ വർഗസ്. അതുകൊണ്ടാണ് CMഉം വർമ്മ സാറുമായി ഗസ്റ്റ് ഹൗസിൽ നടന്ന മീറ്റിംഗിൽ ദുബായ് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പോലും ജോൺ വർഗസിന്റെ പ്രസൻസ് ഉണ്ടായത്. സോ ടെററിസ്റ്റ് ലിങ്ക് ഉള്ള ഹവാല മാഫിയയെ കുറിച്ച് വർമ്മ സാർ പറഞ്ഞത് അത്രയും ഹിറ്റ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ സംശയാസ്പദമായ വിദേശ ബന്ധങ്ങളുള്ള ജോൺ വർഗസിനെയാണ്. ആൻഡ് ജോൺ വർഗസ് വുഡന്റ് relish that twist for sure. റൈറ്റ് യു ആർ. ജോൺ വർഗീസിനെ പിണക്കിയാൽ പിടിച്ചു നിൽക്കാൻ ഒക്കുകയില്ലെന്ന് അറിയാവുന്ന CM കേസ് അന്വേഷണത്തിൽ കയറി മേയാൻ നോക്കുക. 14 ദിവസം നമുക്ക്. നമ്മളെ കൊണ്ടായില്ലെങ്കിൽ വേറൊരു ഏജൻസി, അവരെ കൊണ്ടും ആയില്ലെങ്കിൽ മറ്റൊരു ഏജൻസി. ഇതൊക്കെയാണെങ്കിലും വർമ്മ സാർ ഒരു ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു എന്ന വിവരം സാറിനൊരു ഷോക്കായിരുന്നു അല്ലേ? യെസ്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അവിടെയും സ്വന്തം ക്യാരക്ടർ അനുസരിച്ചാ വർമ്മ സാർ പെരുമാറിയത്. പേഴ്സണൽ ട്രാജഡി ആരെയും അറിയിക്കാതെ അത് ബോൾഡായിട്ട് ഫേസ് ചെയ്തു, ഒറ്റയ്ക്ക്. ചന്ദ്ര, വർമ്മ സാർ എനിക്ക് മൂത്ത സഹോദരനെ പോലെയായിരുന്നു. ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. അദ്ദേഹത്തിന്റെ മരണത്തിന് ഉത്തരവാദികൾ ആരായാലും അവർ രക്ഷപ്പെട്ടുകൂടാ. ഞാൻ തന്നെ മുൻപ് കേസേൽപ്പിച്ചപ്പോഴൊക്കെ ഒരു മിറക്കിൾ സംഭവിച്ചിട്ടുണ്ട്. ഐ ആം ഹോപ്പിംഗ് ഫോർ ദ സെയിം ടു ഹാപ്പൻ again. His grace. So, where do you start the game? With Commissioner Rajat Naidu? No. ഞാൻ ഈ കേസ് ഏറ്റെടുത്തപ്പോഴേ എന്റെ വരവിനായി പ്രിപ്പയർഡ് ആയിരിക്കും നായിഡു. സാറിന്റെയും CMന്റെയും മുന്നിൽ അവതരിപ്പിച്ച ആത്മഹത്യയുടെ പൈങ്കിളി കഥയ്ക്കപ്പുറമൊന്നും നായിഡുവിന് എന്നോട് പറയാനുണ്ടാവില്ല. Obviously, to start with, IG ചെറിയാൻ തുണ്ടി. വർമ്മ സാർ നടത്തിയ പത്രസമ്മേളനത്തിന്റെ ഈ ടേപ്പ് പ്ലേ ചെയ്തപ്പോൾ ഞാൻ കണ്ടത് IG ചെറിയാന്റെ സംഭ്രമം കലർന്ന മുഖമാണ്. ഒരു ഘട്ടത്തിൽ വർമ്മ സാർ സംസാരിക്കുന്നത് വിലക്കാൻ പോലും ചെറിയാൻ തുനിഞ്ഞിരുന്നു. ടാർഗറ്റ്. He is my primary target. ഡിവാസ്റ്റേറ്റിംഗ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതായിരുന്നു വർമ്മ സാറിന്റെ പത്രസമ്മേളനം. അറിയൊന്നും സാറ് പറഞ്ഞില്ല. അല്ലേലും എന്തിനാ കിടന്ന് വെറുതെ വളവളാന്ന് വിളമ്പുന്നേ? കാച്ചിക്കുറുക്കി വാക്ചാതുര്യം, ബ്രെവിറ്റി. വർമ്മ സാറിന്റെ ഒരു ക്വാളിറ്റി അതായിരുന്നു. പക്ഷേങ്കില് പറയുന്ന കാര്യങ്ങൾ കുറിക്ക് കൊള്ളും. വുഡ് നെവർ മിസ് ദ ടാർഗറ്റ്. ഈ പണ്ടാര എത്ര പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങോട്ട് വശപ്പെട്ട് വരുന്നില്ലല്ലോ. അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് അന്ന് പ്രസ് മീറ്റിൽ വർമ്മ സാർ നടത്തിയ ഉന്നം പിഴയ്ക്കാത്ത റെഫറൻസസ് അത് കൊള്ളേണ്ടിടത്ത് ചെന്ന് കൊണ്ടു എന്നാണ്. അങ്ങനെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കൊണ്ടവർ റിയാക്ട് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് അല്ലേ സാർ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. പൊതുവായിട്ടുള്ളൊരു അവസ്ഥാവിശേഷം സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. നത്തിങ് മോർ ടു ഇറ്റ്. അഗ്രീഡ്. പക്ഷേ സാർ, പ്രസ് മീറ്റിൽ റവന്യൂ വകുപ്പിലെ അഴിമതിയെക്കുറിച്ച് വർമ്മ സാർ നടത്തിയ എക്സ്പോസിഷൻസ്, ദേശവിരുദ്ധ ബന്ധമുള്ള ഹവാല മാഫിയയിലേക്ക് പോയിന്റ് ചെയ്യുന്ന അല്യൂഷൻസ്, റവന്യൂ മന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പത്രക്കാർ ചോദിച്ചപ്പോ
ഒന്നും കമ്മിറ്റ് ചെയ്യാത്ത സൈലൻസ്. പത്രസമ്മേളനത്തിന് അദ്ദേഹത്തോടൊപ്പം പോയിരിക്കുമ്പോ സാർ ഇങ്ങനെ വല്ലതും പ്രതീക്ഷിച്ചിരുന്നു? ഏയ് നോ നെവർ. വർമ്മ സാർ ഇങ്ങനെ തുറന്നടിക്കുന്നത് കേട്ടപ്പോ ഞാൻ അന്തിച്ചു പോയിടോ. ആ പ്രസ് മീറ്റിന് ശേഷം വർമ്മ സാറിനോട് ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് സാർ സംസാരിച്ചു? ഇല്ലില്ല, എനിക്ക് അപ്പൊ തന്നെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാൻ അപ്പൊ തന്നെ തിരിച്ചു പോന്നു. സുദേവ് സർ, ശരിയാണ് സർ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഓണർഷിപ്പിൽ രണ്ടാമത്തെ റെഡിമേഡ് ഷോറൂമിന് ഇനാഗ്രേഷൻ ആയിരുന്നു കവടിയാറിൽ അറ്റ് 5 PM. മിനിസ്റ്റർ ഓഫ് ഇൻഡസ്ട്രീസ് ആണ് നാടൻ മുറിച്ചത്. പ്രസ് മീറ്റ് കഴിഞ്ഞ് 11 മണിയോടെ എറണാകുളം നിന്ന് പുറപ്പെട്ട ഇദ്ദേഹം 3 മണിക്ക് തിരുവനന്തപുരത്തെത്തി. വാട്ട് ദ ഹെൽ യു ആർ ടോക്കിംഗ്? എന്ത് പോക്കിരിത്തരമാണോ ഇത്? സംസ്ഥാനത്തെ വിജിലൻസ് ഐജിയുടെ മൂവ്മെന്റ്സും വേറബോട്ട്സും ട്രാക്ക് ഡൗൺ ചെയ്യാൻ തനിക്ക് അധികാരം തന്നെ ചുമതലപ്പെടുത്തിയത് ആരാ? തന്റെ മേലാടൻ വിശുദ്ധ പുണ്യാളൻ മാഞ്ഞൂരാൻ. എന്നോടുള്ള ചൊരുക്കു ചൊറിഞ്ഞു തീർക്കാൻ കളിക്കുന്ന കളിയാണേ പോയിച്ചെന്ന് പറ. അത് ഇങ്ങോട്ട് എടുക്കണ്ടെന്ന്. എന്റെ പൊളിറ്റിക്കൽ കണക്ഷൻസിന്റെ റീച്ച് അയാൾക്കറിയില്ല. തനിക്കും പൊളിച്ച അടുക്കിക്കളയ ഞാൻ. കൂൾ സർ, കൂൾ, റിലാക്സ്. ദിസ് ഇസ് ജസ്റ്റ് എ റുട്ടീൻ ജോബ്. വർമ്മ സാറുമായി അസോസിയേറ്റ് ചെയ്തിരുന്നവരെല്ലാം സംഭവ ദിവസം എപ്പോൾ എവിടെയായിരുന്നു എന്ന് ഒരു ബേസിക് ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്തു. അതിൽ കൂടുതൽ ഒന്നുമില്ല. നോ ഹാം മെന്റ്, നോ ഇൻസൾട്ട് ഇന്റൻഡ്. ആരാ അയാള്? അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. സുദേവ് സച്ചിദാനന്ദ് ഈ കേസിൽ എന്നെ അസിസ്റ്റ് ചെയ്തു. ഓ, പിടികിട്ടി. ചാരന്മാരെ പിടികൂടുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിലെ സ്പെഷ്യലി ട്രെയിൻഡ് ഏജന്റ് ഡൽഹിയിലായിരുന്നു. അവിടുത്തെ ഏതോ ഒരു കമ്പനി പിടിക്കാത്തെന്തോ ചെയ്തതിന് കേരളത്തിലേക്ക് എടുത്ത് തട്ടി. ഇവിടെ ഇയാളുടെ കൂടെ ആദ്യത്തെ പോസ്റ്റിംഗ് അല്ലയോ സർ, നോക്കിയും കണ്ടും ഡൽഹിയിൽ തന്നെ നിന്നാ പോരായിരുന്നു അനിയ. ഇവിടെയും പിറപ്പ് കാണിച്ചാലേ ഇനി എടുത്തു തട്ട അറബിക്കടൽ മാത്രമേ ബാക്കിയുള്ളൂ. സർ, പ്രസ് കോൺഫറൻസിനെ പറ്റി ഒരു എൻക്വയറിക്ക് ഹോം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയ വിവരം സാർ എപ്പോഴാ അറിഞ്ഞത്? ഇന്നലെ വൈകിട്ട് ടി.വി. കാണുമ്പോഴല്ലോ ഞാനത് അറിയുന്നേ. പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു എൻക്വയറി ഉണ്ടാവുമെന്ന് സാറിന് തോന്നിയിരുന്നു? നെവർ. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞാനതിന്റെ പരിധിയിൽ വരുന്നില്ലല്ലോ. ഹൗ ഡു യു നോ സർ? സാറിന് അത് എങ്ങനെ അറിയാം എന്ന്? അത് പിന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു വർമ്മ സാറല്ലായിരുന്നോ? ഞാൻ വെറുതെ സൈഡിൽ ഇരിക്കുകയല്ലായിരുന്നോ? ഓ, വാട്ട്സ് ഹിസ് നെയിം സുദേവ്? ഹനീഫ് റാവുത്തർ. യെസ്, ഭാര്യ രണ്ടാമത്തെ തുണിക്കട തുറന്നതിന്റെ ആഘോഷം തിമിർത്ത് തീർക്കാൻ കൂടിയ ബൂസ് പാർട്ടിയിൽ വെച്ച് വിശ്വസ്തനായ സബോർഡിനേറ്റ് ഡിവൈഎസ്പി ഹനീഫ് റാവുത്തരോട് ഹോം സെക്രട്ടറിയുടെ എൻക്വയറിയെ കുറിച്ച് സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ സമയം ഉദ്ദേശം രാത്രി 8 മണി, അതായത് വർമ്മ സാർ കൊല്ലപ്പെടുന്നതിന് ഏകദേശം 3 മണിക്കൂർ മുമ്പ്. അന്വേഷണ പരിധിക്കുള്ളിൽ പെടില്ലെന്ന വ്യക്തമായ ഉറപ്പ് കിട്ടേണ്ടിടത്തുനിന്ന് കിട്ടിയതിന്റെ ബലത്തിൽ ഒരു എക്സ്ട്രാ ലാർജ് കൂടി ഹനീഫ് റാവുത്തർ കൊഴിച്ചു കൊടുത്തിട്ട് സാറ് പറഞ്ഞത് അത്രയും വർമ്മ സാറിനെതിരെ ആക്ഷൻ ഉണ്ടായാൽ കിട്ടാൻ പോകുന്ന സ്ഥാനക്കയറ്റത്തെ കുറിച്ചായിരുന്നു. ഇപ്പോൾ നടക്കുന്ന KNC കോർപ്പറേഷന്റെ അന്വേഷണവും വരാനിരിക്കുന്ന റവന്യൂ വകുപ്പിലെ അഴിമതി അന്വേഷണവും തുറന്നിടുന്ന ചാകരയുടെ വമ്പൻ സാധ്യതകളെ കുറിച്ചായിരുന്നു. പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി ഒരു ലാസ്റ്റ് ഡ്രിങ്കിനായി ട്രാവൻകൂർ ക്ലബിൽ കയറിയ ഹനീഫ് റാവുത്തർ അവിടെ കണ്ട ക്രൈം ഡിവൈഎസ്പി രാജൻ ജോർജിനോട് സാറിന്റെ രഹസ്യ സ്വപ്നങ്ങളുടെ ഖനി തുറന്നു. രാജൻ അത് നല്ല വെടിപ്പായി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. സംസ്ഥാന വിജിലൻസ് ഐജിയുടെ മൂവ്മെന്റ്സും വെയറബൌട്ട്സും മാത്രമല്ല, ലഹരി മൂർച്ഛിക്കുമ്പോൾ പൊഴിഞ്ഞു വീഴുന്ന മൊഴിമുത്തുകളും ശേഖരിച്ചെടുത്ത് സൂക്ഷിക്കുന്നത് വെറുതെ ചൊരുക്ക് ചൊറിഞ്ഞു തീർക്കാനല്ല എന്ന് സാറിന് മനസ്സിലായല്ലോ. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ജസ്റ്റ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് യു ഹാവ് സെറ്റ് ദ ബോൾ റോളിംഗ്. Waiting for long, Naidu? Oh no, sir. What about you, Venu? എന്താ വേണു, നല്ല സുഖമില്ലേ? എന്നടാ സ്റ്റീഫ, നമ്മുടെ വേണു സാറിന് എന്നാ പറ്റി? ഈ പന്നിയുടെ മോന് നമ്മളോട് സഹകരിക്കാൻ പറ്റത്തില്ലെന്ന് അവന്റെ മറ്റടുത്ത ഒരു മാനസാന്തരം. ഇച്ചായനൊന്ന് പറഞ്ഞാ മതി, പുകച്ചുകളയും ഞാൻ ഈ ചെറ്റ്. എന്നാ വേണു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? യു വാണ്ട് ഹാക്ക് ഇൻ ദ കിക്ക് ബാക്ക്? തുക എത്രയാണെന്ന് പറഞ്ഞാൽ മതി, യു വിൽ ഗെറ്റ് ഇറ്റ്. പണത്തിനു വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞതിന് എല്ലാത്തിനും ഞാൻ കൂട്ടുന്നത്. പക്ഷേ ഇനി അത് വയ്യ. നിങ്ങൾ എനിക്ക് എന്ത് തരാന്ന് പറഞ്ഞാലും ഇനി വയ്യ. വൈ? പേടിയാണ് സാർ, എനിക്ക് എല്ലാവരെയും പേടിയാണ് സാർ. രക്തത്തിൽ കുളിച്ചു പിടയുന്ന തോമസ് കുര്യന്റെ മുഖം എന്റെ കൺമുന്നിൽ നിന്ന് പോകുന്നില്ല. നിങ്ങൾ ഷിപ്പ് ചെയ്ത കണ്ടെയ്നറുകളിൽ എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞതും അറിയാത്തതുമായ കാര്യങ്ങൾ എന്നിൽ നിന്ന് മറ്റൊരാൾ അറിയില്ല. ഐ പ്രോമിസ്. എന്നെ വെറുതെ വിടണം, ജീവിക്കാൻ അനുവദിക്കണം. നിന്നെ വെറുതെ വിടണം അല്ലേ? ഞങ്ങൾ വെച്ച് കിട്ടി തന്ന കള്ളും പെണ്ണും പണവും വാങ്ങി സുഖിച്ചിട്ട് ചുമ്മാ ഊരിപ്പോന്ന് വിചാരിച്ചല്ലേ? കൊന്നോ, എന്നെ കൊന്നോ. നിങ്ങൾ ഇന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവനാ ഞാൻ. Go ahead, kill me. Then have it, you son of a pig. Da Monet, cool off. Leave him.
എനിക്കറിയാം വേണു, മരിക്കാൻ തീരുമാനിച്ചവനോട് ജീവന്റെ വില പേശാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് സ്വന്തം ജീവനേക്കാൾ വിലയുള്ളതായി വേണു കണക്കാക്കുന്ന ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ഐ ഹാവ് ഓൾവേസ് എ ചാൻസ്. സ്റ്റീഫൻ, സാർ ഇത് വേണുവിന്റെ ഏക മകൾ രശ്മി ബാംഗ്ലൂരിൽ MBAക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കുമ്പോഴേ ഞാൻ ഇവൾക്കൊരു പ്രൈസ് ടാഗ് ഇട്ടിരുന്നു. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വേണുവിന്റെ മുമ്പിൽ വെക്കാൻ എന്റെ പക്കലുള്ള ഒരേ ഒരു സ്റ്റേക്ക് രശ്മി വേണുഗോപാൽ. വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്റെ മോളെ ഒന്നും ചെയ്യരുത്. ഞാൻ ചെയ്ത തെറ്റിന് അവളെ ശിക്ഷിക്കരുത്. അവളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നത് പോലും എനിക്ക് സഹിക്കില്ല സാർ. അയ്യയ്യേ, വേണു പേടിച്ചു പോയോ? വേണുവിന്റെ മകളെ കൊല്ലാനോ തട്ടിക്കൊണ്ടു പോകാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ പഴഞ്ചൻ രീതികളല്ലേ. ജോൺ വർഗീസ് is daringly innovative. Play it, Stephen. Play it for the proud father. Stop it. Please stop it, sir. സ്റ്റീഫൻ, മോളുടെ കാമുകന് മനസ്സിലായോ വേണുവിന്? ഇവൻ മാത്യു വർഗീസ് എലിയാസ് മോനായി, സ്വീറ്റ് റോക്ക്. മോനായി, ഷീസ് റിയലി ഹോട്ട് ഇല്ലടാ? Yeah, damn hot. ഇനിയും വേണുവിന് എന്നോട് പറയാനുള്ള മറുപടി നോ എന്നാണെങ്കിൽ സ്റ്റീഫന്റെ കൈവിരൽ ഒരിക്കൽ കൂടി ആ ലാപ്ടോപ്പിലെ എന്റർ കീ തൊടും. ആരുടെ സിരകളിലും ലഹരി നിറയ്ക്കുന്ന സ്വന്തം മകളുടെ ചൂടൻ രംഗങ്ങൾ പിന്നെ ലോകം മുഴുവൻ ഇന്റർനെറ്റിലെ XXX സൈറ്റിൽ കണ്ട് ആസ്വദിക്കും. Will you be pleased? നോ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ പറയുന്ന എന്തും. എന്റെ മകളെ ഉപദ്രവിക്കരുത്. എഗ്രേഡ്. നിങ്ങൾ എന്നോട് സഹകരിക്കുന്നിടത്തോളം കാലം ആരും ഒന്നും അറിയില്ല. പക്ഷെ ഓർക്കണം, ഈ വീഡിയോ ക്ലിപ്പ് ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാവും എന്നും എന്റെ കയ്യെത്തും ദൂരത്ത്. മോനായി, Yeah. Come. now Commissioner, Ji. it's time for our business.